റിയാസ് ഭായ് അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒരുപാട് ബിസിനസ് ആൾക്കാർ അവർ നമ്മളെ പേഴ്സണലി വിളിച്ച് ചോദിക്കാറുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് പറ്റിയ ബിസിനസ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ ട്രെയിനിങ് കൊടുക്കുന്ന മോട്ടിവേഷൻ ചോദിക്കുക, അല്ലെങ്കിൽ പോലും ബിസിനസ് ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് അവിടെ വന്നിങ്ങനെ ട്രെയിനിങ്ങുകൾ നടത്താനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുവാൻ പ്രത്യേക ലൈസൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ബേസിക്കലി എന്താണ് അതിൻ്റെ ഒരു അത് ഇപ്പം ബിസിനസ് കൺസൾട്ടൻസി എന്നുള്ള വാക്കിൽ അതൊരു വലിയ കടൽ പോലെ കിടക്കുന്നൊരു വാക്കാണ്. അതിനകത്ത് കുറേ ഉണ്ട്. അപ്പം ചിലർ ഫോക്കസ് ചെയ്യുന്നത് ഇവിടുത്തെ കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന ബിസിനസ് ആളുകൾ റീസ്ട്രക്ചറിങ് ആണ്. ഒരു കമ്പനീൻ്റെ കൃത്യമായ റീസ്ട്രക്ചറിങ്, അതുപോലെ തന്നെ എംപ്ലോയീസ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തന്നെ ജനറൽ ട്രെയിനിങ്ങിന് പകരം കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ടെലികോളിംഗ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ സെയിൽസ് ട്രെയിനിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ മോട്ടിവേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ മോട്ടിവേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ ആൻഡ് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞ KHD അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് UAE യിലുള്ളത്. അപ്പോൾ അതിന് ഒരു 15,000 dirhams ഇയർലി ഫീസൊക്കെ ഉണ്ട് KHDയുടെ. അപ്പോൾ ആ രീതിയിലേക്ക് അവർക്ക് എടുത്തു കഴിഞ്ഞാലാണ് അവർക്ക് പ്രൊഫഷണലി ഒരു ക്ലാസ്സസ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു റീസ്ട്രക്ചറിങ് ചെയ്യുന്ന ഒരാൾ, ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ട് പോകുന്ന ഒരാൾ മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്നുള്ള ആക്ടിവിറ്റിയിലാണ് ലൈസൻസ് എടുക്കേണ്ടത്. അത് KHDയുടെ അണ്ടറിലല്ല വരുന്നത്. കാരണം ഒരെണ്ണം ബിസിനസ് റീസ്ട്രക്ചറിങ്ങും ഒരെണ്ണം ബിസിനസ് ട്രെയിനിങ് ക്ലാസ്സസ് ആണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ഞാൻ കാണാറ് ഇത്തരം ആളുകൾ വരുന്ന സമയത്ത് ഈ മാനേജ്മെന്റ് കൺസൾട്ടൻസി ബിസിനസ് എടുത്തതിന് ശേഷമാണ്. കാരണം ഒരർത്ഥത്തിൽ ഇതൊരു കൺസൾട്ടൻസി ആണല്ലോ. നമ്മൾ ബിസിനസിന്റെ ഒരു എംപ്ലോയീസിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഇവര് ഒരു ജനറൽ മോട്ടിവേഷന് പകരം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ സജസ്റ്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന രീതിയിൽ പോകാനാണ്. അത് മറ്റൊന്നും ലൈസൻസ് എടുത്തിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള പലരും ട്രെയിനിങ്ങിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് ഉണ്ട്. അങ്ങനെ ആളുകൾ എടുത്തുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. ഇവിടുത്തെ ട്രെയിനേഴ്സിനെ അവിടെ നിന്ന് ഇവിടെ ഒന്ന് പറയുന്നത് കുഴപ്പമില്ല. ഇവിടുത്തെ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരെ അവിടെ ട്രെയിനിങ് ക്ലാസ്സിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ടെമ്പററി വന്ന് പോകണേന് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ആ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുമല്ലോ, കോൺഫറൻസസ് ആൻഡ് സെമിനാർസ് ഓർഗനൈസ് ചെയ്യുന്ന ആക്ടിവിറ്റി ഉള്ളത് ഉണ്ട്. ഇപ്പോൾ മിക്കവാറും ഇതൊക്കെ ഹോട്ടലിൽ വെച്ച് നടക്കുക. അപ്പോൾ ഈ ഹോട്ടലിൽ വെച്ച് നടക്കാനത്ത് ഹോട്ടലുകാർ തന്നെ അപ്രൂവൽ എടുക്കും. DTCMന്റെ അപ്രൂവൽ അവർ തന്നെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടെമ്പററി വന്നിട്ട് മാസത്തിലൊരിക്കലും വന്നൊന്നും പോകുന്നതിനൊന്നും ലൈസൻസ് വേണമെന്നൊന്നും പ്രശ്നമില്ല. അതൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഒരു സ്ഥാപനം, അവരെടുക്കുന്ന ലൈസൻസ് ആണ്. അത്രയുള്ള അല്ല, മീൻസ് അവരെടുക്കുന്ന പെർമിഷനാണത്. ഓക്കെ.